PSC ഭ്രാന്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു മാസത്തിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് 2 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ഒരു സ്പെഷ്യൽ വീഡിയോ 2022 റിവിഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫെബ്രുവരി 1 മുതൽ 2 വരെയുള്ള 2 ദിവസത്തിലെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഫെബ്രുവരി മാസത്തിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് മുതൽ നിങ്ങൾ കണ്ട് തുടങ്ങണം. ഓൾറെഡി നമ്മൾ ജനുവരി മാസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പം അതും നിങ്ങൾ സമയമെടുത്ത് കാണുക. അപ്പം അതിൻ്റെ മന്ത്ലി MCQ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പം ഞാനത് ഈ ഒരു റിവിഷൻ വീഡിയോ ചെയ്യുന്ന ഒരു തിരക്കിലായത് കൊണ്ടാണ് അത് അവിടെ പെൻഡിങ് ആയിട്ട് വെച്ചത്. അപ്പോൾ ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്ത റിവിഷൻ വീഡിയോ എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ 2022 റിവിഷൻ വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഞാൻ ലിങ്ക് ഇതിൽ കൊടുക്കാം. ആ പ്ലേലിസ്റ്റിലാണ് ഇനി വരുന്ന മറ്റ് ടോപ്പിക്കുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകളാണ്. അപ്പോൾ അത് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇന്ന് കുറച്ച് സമയം കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മുതൽ മോക്ക് ടെസ്റ്റ് ആരംഭിക്കാം. ഓരോ ദിവസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ അവസാനം മോക്ക് ടെസ്റ്റ് ഉണ്ടാവും 5 എണ്ണം. അതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ ആദ്യ ചോദ്യം, നമ്മൾ സ്കീമുകൾ പരിചയപ്പെടുന്ന ഒരു സെഷൻ ജനുവരി മാസം മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ചോദ്യമാണത്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം സ്നേഹയാനമാണ്. ഇപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികളുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കാൻ വേണ്ടി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിന്റെ മറ്റ് കാര്യങ്ങൾ പറയാനുള്ളത്, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള നാഷണൽ ട്രസ്റ്റ് നിയമത്തിന് കീഴിൽ ഉൾപ്പെടുന്ന ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ അപേക്ഷകർ 55 വയസ്സിൽ താഴെ പ്രായമുള്ള ആൾക്കാരാവണം. ഇപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചവരോ വിധവകളോ ആയിട്ടുള്ള വ്യക്തികൾക്കാണ് ഇതിൽ ഗുണഭോക്താക്കളാകാൻ കഴിയുന്നത്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം, സ്നേഹയാനം പദ്ധതി. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എക്കണോമിക് സർവേയെ കുറിച്ച് PSC കഴിഞ്ഞ 2-3 പരീക്ഷകളിൽ സമാനമായിട്ട് ഞാനിപ്പോൾ തന്ന പോലെയുള്ള ചോദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ നിങ്ങൾ എക്കണോമിക് സർവേ പഠിച്ചു വെക്കുക. അപ്പോൾ എക്കണോമിക് സർവേ റിപ്പോർട്ട് ബജറ്റിന് മുന്നോടിയായിട്ടാണ് എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നത്. ശരിക്കും അത് ജനുവരി 31-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ പത്രത്തിലാണ് അതിൻ്റെ മുഴുവൻ വാർത്തയുള്ളത്. അത് ഫെബ്രുവരി 1-ലാണ് അത് കൂടുതലായിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം ചേർത്തത്. അപ്പോൾ ചോദ്യം ഇതാണ്. 2022-23 സാമ്പത്തിക സർവേ പ്രകാരം 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എന്തായിരിക്കും? ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് ഇനി 2023-24 സാമ്പത്തിക വർഷത്തിൽ 6 മുതൽ 6.8% വരെ ആയിരിക്കുമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 6.5% എന്ന ബേസ് റേറ്റും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ 6 മുതൽ 6.8% വരെ ആയിരിക്കും. കഴിഞ്ഞ വർഷം 8 മുതൽ 8.5% വരെ ആയിരുന്നു എന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഈ 6.5% എന്ന ഈ ഒരു ബേസ് ലൈൻ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് 6.5% എന്ന സംഖ്യ കൂടി അറിഞ്ഞിരിക്കുക. അതിന്റെ റേഞ്ച് 6 മുതൽ 6.8% വരെയാണ്. അടുത്ത 2023-24 സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക്. അപ്പോൾ എക്കണോമിക് സർവേ റിപ്പോർട്ട് റീസെന്റ് ആയിട്ട് പ്രസിദ്ധീകരിച്ചു 2022-23 വർഷത്തെ എക്കണോമിക് സർവേ. അപ്പോൾ എക്കണോമിക് സർവേ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്കണോമിക് സർവേ എന്ന് പറഞ്ഞാൽ അതൊരു വാർഷിക റിപ്പോർട്ടാണ്. ഇന്ത്യയുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അത് ബജറ്റിന് മുന്നോടിയായിട്ടാണ് എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം കൂടി ഞാൻ പറയാം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ സാമ്പത്തിക സ്ഥിതിയാണ് ഈ ഒരു എക്കണോമിക് സർവേയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന് കീഴിലുള്ള എക്കണോമിക് ഡിവിഷൻ
എക്കണോമിക് ഡിവിഷൻ, സാമ്പത്തിക കാര്യ വിഭാഗമാണ് ഈ എക്കണോമിക് സർവേ പ്രസിദ്ധീകരിക്കുന്നത്. ഇത് ആരുടെ മേൽനോട്ടത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത് വെച്ചാൽ ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ നേതൃത്വത്തിലാണ്, മേൽനോട്ടത്തിലാണ് എക്കണോമിക് സർവേ തയ്യാറാക്കുന്നത്. അപ്പം നിലവിൽ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആരാണ് എന്നുള്ള ചോദ്യം കൂടി ഇതിന്റെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് ചിലപ്പോൾ വന്നേക്കാം. അതിൽ ബേസിക് ആയിട്ട് ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യം ഇതാണ്. വി അനന്ത നാഗേശ്വരൻ, അദ്ദേഹമാണ് നിലവിൽ ചീഫ് എക്കണോമിക് അഡ്വൈസർ, വി അനന്ത നാഗേശ്വരൻ. അപ്പോൾ അത് കൂടിയൊന്ന് ഇതിൽ പഠിച്ചു നോക്കുക. അപ്പോൾ ഇനി ഇതിലൊരു ചരിത്രം പറയാനുള്ളത്, ഫസ്റ്റ് എക്കണോമിക് സർവേ പ്രസിദ്ധീകരിച്ചത് 1950-51 കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ അതിലൊരു ഞാൻ മുൻപേ പറഞ്ഞൊരു കാര്യത്തിലൊരു ഫാക്ട് പറയാനുള്ളത്, 1964 വരെ ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് ബജറ്റിന്റെ കൂടെയാണ് നൽകിയിരുന്നത്. 64 ശേഷമാണ് അത് ബജറ്റിന്റെ തലേന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറഞ്ഞ കുറച്ച് പ്രധാനപ്പെട്ട വസ്തുതകളൊക്കെ നമുക്കൊന്ന് പഠിച്ച് വെക്കാം. അപ്പോൾ അതിൽ ഓരോ മേഖലയുടെയും പ്രകടനം പരിശോധിച്ചിട്ട് ഭാവി നീക്കങ്ങൾ ഈ എക്കണോമിക് സർവേയിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നമുക്ക് ഓരോ മേഖലയിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയണം. അപ്പോൾ അതും നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ ഏപ്രിലിൽ തുടങ്ങുന്ന അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ വളർച്ചാ നിരക്ക് 6 മുതൽ 6.8% വരെയാണെന്നാണ് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ റേഞ്ച് 6 മുതൽ 6.8% വരെ. അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഏപ്രിൽ ആരംഭിക്കും, 2023-24. അപ്പോൾ എക്കണോമിക് സർവേയിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഈ 2023 വർഷത്തെ ബേസ് ലൈൻ GDP ഗ്രോത്ത് അത് 6.5% ആയിരിക്കും. റിയൽ ടേമിൽ 6.5% ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2024. ആ ഒരു നമ്പർ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം, ബേസ് ലൈൻ GDP ഗ്രോത്ത്. ഇനി അതിൽ പറയാനുള്ളത്, കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ച കഴിഞ്ഞ നടപ്പ് സാമ്പത്തിക വർഷം അതിൽ വളർച്ച കണക്കാക്കിയുള്ളത് 7%. കഴിഞ്ഞ മാർച്ചിൽ അവസാനിക്കാൻ പോകുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ 7% വളർച്ച എന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത സാമ്പത്തിക വർഷത്തിലുള്ളതാണ്. ഇനി ഇതിൽ പറയാനുള്ളത് 2021-22, അതായത് മുൻപത്തെ വളർച്ച എന്ന് പറയുന്നത് 8.7%. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കാം. അപ്പോൾ ഏകദേശം അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു വളർച്ചയും ചെറിയൊരു മാറ്റമാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8.7% 21-22 വർഷത്തെ GDP ഗ്രോത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് ഈ ഓരോ വിഭാഗങ്ങളുടെയും വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 2022-23 സർവീസ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ വളർച്ച നേരിടാൻ പോകുന്നത്. 9.1% ആയിരിക്കും വളർച്ച. അത് 21-22 8.4% ആയിരുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, കാർഷിക മേഖലയിൽ 3.5%. 2021-22 3% ആയിരുന്നു. നേരിയ വർധന അതിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് പറയുകയാണെങ്കിൽ 22-23 4.1% വളർച്ച. അത് 2021-22 10.3% ആയിരുന്നു ഉണ്ടായത്. അതൊക്കെയാണ് കുറച്ച് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? സർവീസ് സെക്ടറാണ്, സേവന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വളർച്ച ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, 2022-23 സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി, ഫിസിക്കൽ ഡെഫിസിറ്റ്. ധനക്കമ്മി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മൊത്തം ചെലവും വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ GDPയുടെ 6.4% ആണെന്നും ഈ ഒരു എക്കണോമിക് സർവേയിൽ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് 6.4% ഓഫ് GDP. അപ്പോൾ വിദേശ നാണയ കരുതൽ ശേഖരം, ഫോറൻ എക്സ്ചേഞ്ച് റിസർവ് 56,300 കോടി രൂപ, 56,300 കോടി ഡോളർ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഈ ഒരു എക്കണോമിക് സർവേ പ്രകാരം. അത് കഴിഞ്ഞ വർഷം 60,700 കോടിയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഫോറക്സ് റിസർവിലും മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ ഈ ഒരു ഫാക്റ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇറക്കിയതാണ്. അതിൽ ഞാൻ പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി 6.4%
കഴിഞ്ഞ 21-22 അത് 6.7 അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലും അതിൽ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സർവീസ് സെക്ടർ ഇതൊക്കെ നമ്മളിപ്പോൾ സൂചിപ്പിച്ച കാര്യമാണ്. സർവീസ്, ഇൻഡസ്ട്രിയൽ, അലൈഡ് ഒക്കെ. ഫോറക്സ് റിസർവ് US $1 ബില്യൺ 563. അപ്പോൾ നമ്മളിപ്പോൾ സൂചിപ്പിച്ച കാര്യമാണ് കഴിഞ്ഞ വർഷത്തത്. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. GDP ഗ്രോത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് 6 മുതൽ 6.8 വരെയാണ്. കഴിഞ്ഞത് 7%. അതിന് മുമ്പുള്ളത് 8.7% ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഡാറ്റയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എക്കണോമിക് സർവേയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് ഞാൻ ചോദ്യം ആക്കിയിട്ടില്ല. അത് കുറച്ച് അടുത്ത ദിവസം നമുക്കത് പറയാം. അതിൽ കുറച്ച് ഈ എൻവയൺമെന്റൽ മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ ലക്ഷ്യമിടുന്ന കുറച്ച് വർഷങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കുറച്ച് ഫാക്റ്റുകൾ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദ്യമാക്കി തന്നെ പറയാം. അപ്പോൾ ഇതിൽ കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പ്രശംസ ലഭിച്ചൊരു മേഖല, ആരോഗ്യ മേഖലയിൽ രാജ്യത്ത് ശിശു മാതൃകാ മരണ നിരക്കുകൾ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന നേട്ടം കേരളത്തിന് ഇതിൽ നേടിയിട്ടുണ്ട്. ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കേരളം ആണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളം 2019-21 വർഷത്തിൽ ഓരോ 1000 ജനനത്തിൽ 4.4 തോതിലാണ് കേരളത്തിൽ ശിശു മരണ നിരക്ക്. ഇത് വേൾഡ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 5 ലക്ഷ്യം. അതിനും താഴെയാണ് കേരളത്തിലെ ശിശു മരണ നിരക്കുള്ളത്. ഇനി ഏറ്റവും കൂടുതലുള്ളത് UP-യിലാണ്. UP-യിലെ മരണനിരക്ക് ഈ പറഞ്ഞ ഓരോ 1000 ജനനത്തിൽ 50.4, അതായത് 50-51 കുട്ടികൾ മരണപ്പെടുന്നുണ്ട്. ആ ഒരു കണക്കാണ് UP-യിലുള്ളത് ഏറ്റവും കൂടുതലുള്ളത്. ആ ഒരു കാര്യം അറിഞ്ഞിരിക്കും. ഇനി അതുപോലെ തന്നെ മാതൃമരണ നിരക്കിലും കേരളമാണ് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഉള്ളത്. അതായത് 2018-20 ലക്ഷം പ്രസവങ്ങളിൽ 19 മരണങ്ങളാണ്. അതും ടോട്ടൽ നോക്കുമ്പോൾ കേരളമാണ് അതിൽ ഏറ്റവും ചെറിയ തോതുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ ഇതിൽ ഇത്രയും കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ഈ കൂടുതലായിട്ടുള്ള ഫാക്റ്റുകൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. 2023 വർഷം അന്തരിച്ച ശാന്തി ഭൂഷൺ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഉത്തരം രാഷ്ട്രീയ മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് ശാന്തി ഭൂഷൺ. അപ്പോൾ അദ്ദേഹം മുൻ കേന്ദ്ര നിയമമന്ത്രിയും പ്രമുഖ അഭിഭാഷകനൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം 77-79 കാലഘട്ടത്തിൽ മൊറാർജി ദേശായി മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അഭിഭാഷകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രധാനപ്പെട്ട ഒരു കേസ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, 75-ൽ ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നീക്കിയ അലഹബാദ് ഹൈക്കോടതിയിലെ കേസ്. അത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും റാങ്ക് ഫയലിലൊക്കെ. ആ കേസിൽ ഇന്ത്യയുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് രാജ്നാരായണന് വേണ്ടിയിട്ട് ഹാജരായത് ശാന്തി ഭൂഷണാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അതിൽ ആ ഒരു കാര്യം ഒന്ന് പറയാനുണ്ട്. ഇനി അതിലൊരു പത്രക്കുറിപ്പ് കൂടെ ഷെയർ ചെയ്യാം. ഇത് ഈ ഒരു കുറച്ച് ഫാക്ട് കൂടെ പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം 1980 പൊതു താല്പര്യ ഹർജികൾക്കായിട്ട് ഒരു സെന്റർ ഫോർ പബ്ലിക് ലിറ്റിഗേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു NGO ആണ്. 80 അദ്ദേഹം ആരംഭിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങൾ, കോർട്ടിംഗ് ഡെസ്റ്റിനി, ഇത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ്. കോർട്ടിംഗ് ഡെസ്റ്റിനി. അപ്പോൾ ഇങ്ങനെയുള്ള ചിലപ്പോൾ ചോദ്യങ്ങൾ ചിലപ്പോൾ റെയറായിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. കോർട്ടിംഗ് ഡെസ്റ്റിനി ആരുടെ പുസ്തകമാണെന്നൊക്കെ അത് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. അദ്ദേഹത്തിന് മറ്റൊരു ഗ്രന്ഥം സെക്കൻഡ് ഇന്നിങ്സ് ആണ്. സെക്കൻഡ് ഇന്നിങ്സ്. അപ്പോൾ അത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. 2 അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ഇനി അതിൽ പറയാനുള്ളത് ഈ ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹം നിരവധി കേസുകളിലൊക്കെ സുപ്രധാനമായിട്ട് ഇടപെട്ട വ്യക്തിയൊക്കെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നിയമമന്ത്രിയായിട്ടുള്ള കാലത്തിലാണ് അദ്ദേഹം 44ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നൊരു കാര്യത്തിൽ വളരെ അധികം സ്വാധീനം ചെലുത്തിയുള്ള ഒരു അമെൻമെൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 44. അപ്പോൾ ഈ 44th അമെൻമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് റാങ്ക് ഫയലിൽ വായിച്ചു നോക്കുക. ഞാനതൊന്നും ഇവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ ആം ആദ്മി പാർട്ടി രൂപീകരണത്തിലൊക്കെ വളരെയധികം പങ്കുവച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം ആ പാർട്ടിയിലും ചേർന്നിട്ടൊന്നുമില്ല, BJP-യിലും ചേർന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അതിൽ നിന്നും രാജിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അടുത്ത ചോദ്യം, 2023 വർഷം അന്തരിച്ച C. ലളിത ഏത് മേഖലയിൽ പ്രശസ്തയായ വ്യക്തിയാണ്? C. ലളിത സംഗീത മേഖലയിലെ വ്യക്തിയാണ്. അപ്പോൾ സംഗീത മേഖലയിൽ കർണാടക സംഗീതത്തിൽ പ്രശസ്തമായിട്ടുള്ള ബോംബെ സിസ്റ്റേഴ്സ് അതിലൊരാളാണ് C. ലളിത. ലളിത ചിദംബരവും സരോജ ചിദംബരം, ഈ 2 വ്യക്തികളെയാണ് ബോംബെ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്.
അതിലൊരു വ്യക്തിയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അന്തരിച്ചിട്ടുള്ളത്. ഈ രണ്ട് വ്യക്തികൾക്കും കൂടിയിട്ട് 2020 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒരു ഡുവോ കേസ്, അതായത് രണ്ടുപേർക്ക് കൂടി ഒരു പുരസ്കാരം നൽകുന്ന കേസ്. അപ്പോൾ ഈ രണ്ട് വ്യക്തികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. കർണാടക സംഗീത മേഖലയിലെ വ്യക്തിയാണ് ഈ പറഞ്ഞ രണ്ട് ആൾക്കാർ. ബോംബെ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടും. അടുത്ത ചോദ്യം, രാജ്യാന്തര നാണ്യനിധിയുടെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം 23-24 ആഗോള സാമ്പത്തിക വളർച്ച എത്രയാണ്? അപ്പോൾ IMFന്റെ റിപ്പോർട്ടും റീസെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, ജനുവരി മാസത്തിലെ ഒരു റിപ്പോർട്ട്. അപ്പോൾ അതുപ്രകാരം 2023-24 ആഗോള സാമ്പത്തിക വളർച്ച എത്രയായിരിക്കുമെന്ന് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് 2.9% IMF റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ജനുവരി മാസം 2023 വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റീസെന്റ് ആയിട്ടാണ് IMF പുറത്തിറക്കിയത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ആഗോള വളർച്ച 23-24 9% അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിലവിലുള്ളതിനേക്കാളും താഴ്ന്ന നിലയിലേക്ക് വരുമെന്നാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ നിലവിലുള്ള നടപ്പ് സാമ്പത്തിക വർഷം ആഗോള വളർച്ച എന്ന് പറയുന്നത് 3.4%. അതിലും താഴും എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വീണ്ടും ഉയരുമെന്നും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് 24-25 3.1% ഉയരും. ഇനി അതിൽ പറയാനുള്ളത്, ഈ ഒരു 2023 ഈ ഫോർകാസ്റ്റ് പ്രകാരം, അതായത് ഈ ഒരു ഒക്ടോബർ മാസത്തെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിന്റെ കാളും 0.2% മാറ്റം വരുന്നുണ്ട്. ഇതിന് മുൻപത്തെ റിപ്പോർട്ടിൽ പറഞ്ഞതിനെക്കാട്ടും ഈ 23 പറഞ്ഞിട്ടുള്ള വളർച്ച. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ 2000 മുതൽ 2019 വരെയുള്ള ഒരു കണക്ക് വെച്ച് നോക്കും. ആദ്യമായിട്ടാണ് ഈ ആവറേജിൽ 3% താഴെ 3.8% താഴെ ഈ ഒരു ഗ്രോത്ത് റേറ്റ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പഠിച്ചു നോക്കണം. അപ്പോൾ രാജ്യാന്തര നാണ്യനിധിയുടെ ഈ അവലോകന റിപ്പോർട്ട് പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ച 6.8% ആകുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അത് 23-24 IMFന്റെ കണക്ക് പ്രകാരം 6.1% കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിൽ 6.8% കൂടും എന്ന നിരക്കിലേക്ക് എത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആണ് അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത ചോദ്യം, 2023 വോളി ക്ലബ്ബ് ലോക ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ്? വോളിബോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് വേദിയാകാൻ പോകുന്നത് 2023 ഇന്ത്യയാണ്. അപ്പോൾ റീസെന്റ് ആയിട്ടാണ് അങ്ങനെ ഒരു വേദി ഇന്ത്യ ആയിട്ട് തീരുമാനിച്ചത്, വോളിബോൾ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വോളിബോൾ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പ്, ലോക ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. 2024 ഇന്ത്യ തന്നെ വേദിയാകുമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 23-ലും 24-ലും ഇന്ത്യയിൽ തന്നെ. ഇനി അതിൽ 23-24 വർഷങ്ങളിൽ ഇന്ത്യയെ പ്രതികരിക്കാൻ പോകുന്നത്, ഇപ്പോൾ പ്രൈം വോളി ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ബംഗളൂരു വെച്ചാണ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള എഡിഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രൈം വോളി ജേതാക്കളാണ് ഈ ഒരു ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതികരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കാം. ഇനി അതിൽ പറയാനുള്ളത്, ഈ വോളിബോൾ ക്ലബ്ബ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് 1989 അത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, സ്വന്തം നാട്ടിൽ 50 2020 മത്സരങ്ങൾ വിജയിക്കുന്ന ആദ്യ ടീം എന്ന റെക്കോർഡ് നേടിയത് ഇന്ത്യയാണ്. റീസെന്റ് ആയിട്ട് ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് മത്സരത്തിൽ ഇന്ത്യ പരമ്പരയൊക്കെ നേടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നേട്ടത്തോടു കൂടി സ്വന്തം നാട്ടിൽ 50 2020 മത്സരങ്ങൾ വിജയിക്കുന്ന ആദ്യത്തെ ടീം എന്ന നേട്ടം ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ പേരിലേക്ക് വന്നു. ഇനി ഇതിൽ തന്നെ ഒരു ചോദ്യം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. 2023 വർഷം 2020 സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം എന്ന നേട്ടം കൈവരിച്ചത് ശുഭ്മാൻ ഗില്ലാണ്. ഇന്ത്യൻ ബാറ്റർ ആയിട്ടുള്ള ശുഭ്മാൻ ഗില്ലാണ് 2020 ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം എന്ന നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലവിലെ പ്രായം 23 വയസ്സും 146 ദിവസവുമാണ്. അപ്പോൾ അദ്ദേഹം മറികടന്നത് സുരേഷ് റെയ്നയുടെ റെക്കോർഡാണ് മറികടന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. സുരേഷ് റെയ്ന മുൻപുണ്ടായിരുന്നത് 23 വയസ്സും 156 ദിവസമായിരുന്നു സുരേഷ് റെയ്നയുടെ പേരിലുണ്ടായ റെക്കോർഡ്.
അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു റെക്കോർഡ് കൂടി മറികടന്നിട്ടുണ്ട്. അതായത് 2020 ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് 126 നോട്ട് ഔട്ട് ആണ് ഇപ്പോൾ നിലവിൽ. അത് മുൻപ് വിരാട് കോഹ്ലിയുടെ പേരിലുള്ള 122 റൺസ് നോട്ട് ഔട്ട് അതായിരുന്നു മറികടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കും. അടുത്തത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം എന്നാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം എല്ലാ വർഷവും ഫെബ്രുവരി 1 ആചരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട് പറയാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്ഥാപിതമായത് 1977 ഫെബ്രുവരി 1 അപ്പോൾ അത് ഏത് നിയമപ്രകാരമാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആക്ട് 1978 പ്രകാരമാണ് സ്ഥാപിതമായത്. ഓഗസ്റ്റ് 18, 1978 ഈ നിയമം നിലവിൽ വന്നത്. ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് കോസ്റ്റ് ഗാർഡ് പ്രവർത്തിക്കുന്നത്. അത് എന്തല്ല, ഡിഫൻസ് മിനിസ്ട്രിക്ക് കീഴിൽ ആണ് പ്രവർത്തിക്കുന്നത്, അല്ലാണ്ട് ഹോം മിനിസ്ട്രി അല്ല എന്നറിഞ്ഞിരിക്കാം. ഇനി അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ അതിന്റെ ആപ്തവാക്യം വയം രക്ഷാമ, സംസ്കൃതത്തിൽ അതിനെ വി പ്രൊട്ടക്റ്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലെ അർത്ഥം. വയം രക്ഷാമ എന്നത് സംസ്കൃത പദമാണ്, വി പ്രൊട്ടക്റ്റ്. അപ്പോൾ ആദ്യത്തെ ഡയറക്ടർ ജനറൽ VA കമ്മത്താണ്. നിലവിൽ VS പത്താനിയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ. ഇത്രയും ഫാക്ടുകൾ ഒന്ന് അറിഞ്ഞിരിക്കാം. കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.